വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു മത്തി കറി വയ്ക്കാം, ചാളക്കറി. അതിനായി നമുക്കിവിടെ ഒരു 1/2 കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ച് നെയ്യൊക്കെ ഉള്ളൊരു ചാളയാണ്. അപ്പം നമുക്കിനി ഇവയെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ ചിരകിയതാണ് ആവശ്യം. തേങ്ങാപ്പാലെടുക്കാനായിട്ട് 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിത് 2ാം പാലിലാണ് ആദ്യം തയ്യാറാക്കുന്നത്. അതിനുശേഷം നമ്മൾ 1ാം പാൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇവയെ അരച്ചെടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് നമ്മൾ ആദ്യത്തെ പാലെടുത്ത് മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് നമ്മൾ 2ാം പാൽ തയ്യാറാക്കുന്നു. ഇവയെല്ലാം നമുക്ക് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റു ചേരുവകൾ കൂടി ഇതിലേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പുളി എത്രത്തോളം ആവശ്യമുണ്ട് എന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും തക്കാളിയുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ഒരു 3 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകായാലും എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും വളരെ കനം കുറഞ്ഞ് അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിയുടെ താളിപ്പിനായിട്ട്, കറി വറുത്തിടാനായിട്ട് ആവശ്യമായ ചെറിയ ഉള്ളി ഒരു 5-8 എണ്ണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മുഴുവനായിട്ടുള്ള ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉലുവയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ഒന്ന് ചതച്ച് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് 3 എണ്ണം നീളത്തിൽ കീറി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പല്ല, മുളക് പൊടി. മുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 3 തക്കാളി കനം കുറഞ്ഞ് അരിഞ്ഞത് അതും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കറി വേവിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2ാം പാലാണ് ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാലിലാണ് മീനെല്ലാം വേവിച്ചെടുക്കുന്നത്. ഒട്ടും കുടംപുളി ചേർത്ത് കൊടുക്കുന്നില്ല, എല്ലാം തക്കാളി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2ാം പാലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം
നമുക്കിവയെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഒന്ന് നന്നായി ഒന്ന് യോജിച്ച് വരട്ടെ. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിവയെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളിയുടെ പുളിയെല്ലാം നന്നായി ഒന്ന് കറിയിലേക്ക് യോജിച്ച് വന്നോളും. എല്ലാം നന്നായി വെന്ത് കിട്ടിക്കോളും നമുക്ക്. അതിനായി നമുക്കൊരു മൂടിയെടുത്ത് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളുടെ കറിയെല്ലാം എന്തായി എന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇവിടെ കറിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചാള മത്തി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിവയൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീനെല്ലാം ഒന്ന് നന്നായി വെന്ത് വരാനായി മീനിലേക്ക് പുളിയെല്ലാം നന്നായി പിടിക്കാനും മസാലകളെല്ലാം നന്നായി പിടിക്കാനുമായിട്ട് നമുക്ക് ഇവയൊന്ന് ഒന്നുകൂടി അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മളുടെ കറിയെല്ലാം നന്നായി വെന്ത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മീനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തെമ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യത്തെ പാല്, കട്ടിപ്പാൽ. നമുക്കിനി ആ പാല് കൂടി ഇതിലേക്ക് നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി കറി ഒന്നുകൂടി തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കറി താളിപ്പിന് തയ്യാറാക്കാം. നമ്മളുടെ കറിയെല്ലാം തയ്യാറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയെല്ലാം ചൂടായി വരട്ടെ. വെളിച്ചെണ്ണയെല്ലാം ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, 5-8 ചെറിയ ഉള്ളി നമ്മൾ തയ്യാറാക്കി വെച്ചത് ഒന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഒരു വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവയൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോവാതെ നോക്കണം. കനം കുറഞ്ഞരിയുന്നത് കാരണം പെട്ടെന്ന് തന്നെ ഇവ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്കിത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി. നമ്മുടെ ഉള്ളിയെല്ലാം ചെറിയതായി കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ താളിപ്പെല്ലാം നമ്മളുടെ തയ്യാറായി ഇരിക്കുന്ന ചാളക്കറിയിലേക്ക്, മത്തിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചാള തക്കാളി ഇട്ട കറി നമ്മളുടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് കുടംപുളി ഇട്ടിട്ടായാലും വയ്ക്കാവുന്നതാണ്. അപ്പോൾ താളിപ്പെല്ലാം തയ്യാറായി. നമ്മൾ താളിപ്പെല്ലാം ഒഴിച്ചു കൊടുത്തു. നമ്മളുടെ മത്തിക്കറി അഥവാ ചാളക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കാം. ചോറിൻ്റെ കൂടെ, ചൂട് ചോറിൻ്റെ കൂടെ നല്ല രുചിയാണത് കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരി കൂട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് മീൻ വറുത്തതോ എന്തൊക്കെയാണെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പുട്ടിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്.